ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ പലരും ചോദിച്ച റിലേഷൻഷിപ്പ് ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ എന്നൊക്കെ. ശരിയാ, നമ്മൾ കുറച്ച് ദിവസമായി റീഡിംഗ് എടുത്തിട്ട്, അപ്പോൾ ഇന്ന് റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ തമ്മിൽ എത്ര മാത്രം നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പിൽ, അങ്ങനെ ഏതൊരു സിറ്റുവേഷനിലും ആകാമല്ലോ. അവർ പഴയതുപോലെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇനി എത്ര ദൂരം കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വേറെ ഡേറ്റും ഒക്കെ നോക്കുന്ന കാർഡ്സും കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർക്കുക, ഈ റീഡിങ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും പ്രസനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പാടില്ല. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. പരിപൂർണമായ വിശ്വാസത്തോടു കൂടി വേണം റീഡിങ്. അവരുടെ കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാം. 4 of Wands എനർജി വന്നിട്ടുണ്ട്. Eight of Cups, Knight of Cups, the Chariot, Nine of Pentacles, Four of Cups, Eight of Pentacles, Page of Swords, the Empress, Queen of Pentacles. അപ്പോൾ നമുക്ക് ഇത്ര മതി. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സൺ ആണ്. നിങ്ങൾ വീണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകും, വളരെയധികം സന്തോഷത്തോടു കൂടി. കുട്ടികളോട് ഒന്നിച്ച്, കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം വേണമല്ല, അപ്പോൾ അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും ഉണ്ടാവുന്നതാണ്. കണ്ടില്ലേ, അതോടുകൂടി അപ്പോൾ കുട്ടികളുമായിട്ട് നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം സന്തോഷകരമായ ഒരു എനർജി വേറെ ഇല്ല. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ 4 of Wands എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ചാരിയറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, 9 of Pentacles വന്നിരിക്കുന്നു. ഇവിടെ 4 of Cups, 8 of Cups കണ്ടില്ല. 8 of Cups ആണ് നിങ്ങളെ ഇവിടെ വേർപെടുത്തിയത്. 8 of Cups എനർജിയിലാണ് നിങ്ങൾ ഇവിടെ സെപ്പറേഷനിലായി പോയത്. അവർ വിചാരിക്കുന്നുണ്ട്, വേണ്ട, ഇനി ഈ ബന്ധം മുന്നോട്ട് വേണ്ട, ഇനി ഒരിക്കലും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണ്ട എന്ന് കരുതി തന്നെ ഇവിടെ മുന്നോട്ട് ബന്ധം വിച്ഛേദിച്ച് എല്ലാ സോഷ്യൽ മീഡിയ മുഴുവനും ബ്ലോക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്തോ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവർ വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചെന്ന് ചിലരൊക്കെ വിചാരിക്കും, എന്തുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചിലർക്കൊക്കെ അറിയാം, ചില ചെറിയ നിസ്സാര കാര്യങ്ങളിൽ വഴക്കിട്ടിട്ടാണെന്ന് ചിലർക്കറിയാം. എന്തെങ്കിലും ചെറിയ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, പല കാര്യങ്ങളില്ല, പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചില ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടാണ് ചിലരൊക്കെ വിട്ടുപോയിരിക്കുന്നത്. പക്ഷെ ചിലരിവിടെ ഒന്നും മിണ്ടാതെ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരിക്കലും വരില്ല എന്നൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ. ഇവിടെ എന്തായാലും വീണ്ടും അവർക്ക് നിങ്ങളിലേക്ക് വരണം. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ, പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് വീണ്ടും വിഷമിച്ച് കാണും. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമത്തിൽ നിന്നും 8 of Pentacles കണ്ടില്ലേ, ആ ഒരു വിഷമമൊക്കെ അവർ കടിച്ചു പിടിച്ച് കുറേ ദിവസങ്ങളിലൊക്കെ തള്ളി നീക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വല്ലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കും അത്ര ഒരു വിഷമമുണ്ട്, അവർക്ക് അതിനേക്കാളും വിഷമം
ഉണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് അവർ നിങ്ങളെ വിട്ടുപോയത് എന്നാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരണം. കാര്യം നിങ്ങളില്ലാതെ അവർക്കൊരു സന്തോഷമില്ല, നിങ്ങളില്ലാതെ അവർക്കൊരു സന്തോഷമില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. 4 ഓഫ് കപ്സ് കണ്ടില്ല, നിങ്ങൾ തന്നെ വരണം, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ തന്നെ വരണം, അല്ലാതെ അവർക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവർ ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചാരിയട്ട്, വീണ്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങൾ ഇനി എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുണ്ടാവാം, അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, അതും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടുള്ള അമിതമായ സ്നേഹമാകാം, അവരുടെ അമിതമായ ഇടപെടൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവണം. ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് കപ്പിൾസ്, അതുപോലെ ലവേഴ്സ് എല്ലാവർക്കും ബാധകമാണ്. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് റീഡിങ്ങിനും ഇത് ബാധകമാണ്. മനസ്സിലായോ? ഏത് തരത്തിലുള്ള ബന്ധങ്ങൾക്കും ഈ ഒരു റീഡിങ് ബാധകമാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? പിന്നീട് അവർ വിചാരിക്കുന്നത് എന്താണ്? 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്നത് ഇനി നിങ്ങളിലേക്ക് തന്നെ വരണം, നിങ്ങളില്ലാതെ അവർക്കൊരു ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. 8 ഓഫ് പെന്റക്കിൾസ്, ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല, അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് അവർ അന്വേഷിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ വിവരം. കാരണം കുറച്ച് നാളായി നിങ്ങളുടെ വിവരം ഒന്നുമില്ലാതായിട്ട് നിങ്ങളും അതുപോലെ വിഷമം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയായി പോയിരിക്കുന്നു, പക്ഷെ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഇവിടെ എന്നാണ് കാണുന്നത്. കണ്ടില്ലേ? ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾക്ക്, നിങ്ങളിലേക്ക് അവർ വരും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല, പക്ഷെ അവർ തിരികെ വരണം എന്ന് നിങ്ങൾക്ക് അറിയാം. അവരിവിടെ വിചാരിക്കുന്നത് എന്താണ്? കുറച്ച് ദിവസം ഇനി ഇങ്ങനെ കഴിയാം, കുറച്ചൊന്ന് ഫ്രീഡം ആയിക്കോട്ടെ എന്ന് ചിലപ്പോൾ വിചാരിച്ചു കാണും. നിങ്ങളുള്ളപ്പോൾ ഉള്ള ആ ഫ്രീഡം അല്ല, കുറച്ച് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് കുറച്ചൊന്ന് ഫ്രീഡം ഒക്കെ അനുഭവിച്ചിട്ട് തിരികെ വരാം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അതിനുവേണ്ടി തന്നെയാണ് അവർ ബ്ലോക്ക് ചെയ്ത് പോയത്. അല്ല എങ്കിലോ, ബ്ലോക്ക് ചെയ്തില്ലെങ്കിലോ നിങ്ങൾ വീണ്ടും വീണ്ടും മുറയ്ക്ക് മെസ്സേജ് അയക്കും, കാൾ ചെയ്യും, ഒക്കെ ചെയ്യും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ വിചാരിക്കുന്നത് ഒന്ന് ഫ്രീഡം എടുക്കാം കുറച്ച് ദിവസത്തേക്ക് എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും അവർ നിങ്ങളിലേക്ക് വരണം, നിങ്ങളിലേക്ക് മാത്രമാണ് അവരുടെ അട്രാക്ഷൻ. ഈ ഒരു ആകർഷണം നിങ്ങളിലേക്ക് ഇത്രമാത്രം ഉണ്ട്. പേജ് ഓഫ് സോഡിന്റെ എനർജി നിങ്ങളെ വീണ്ടും നിങ്ങളുമായിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്ത് പോയില്ലേ, വീണ്ടും നിങ്ങളെ പറ്റി ആരോടൊക്കെയോ തിരക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് മാറ്റി നോക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, എത്ര മണിവരെ നിങ്ങൾ പിന്നെ ഓൺലൈൻ വന്നിട്ടുണ്ടോ, നിങ്ങൾ ആരോട് സംസാരിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോ, നിങ്ങൾ എന്ത് സ്റ്റാറ്റസാണ് ഇട്ടേക്കുന്നത്, ഇതെല്ലാം അവർ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? അവരും ഇതുപോലെ തന്നെ അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത്, എങ്ങനെയാണ് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 8 ഓഫ് കപ്സ് വീണ്ടും നിങ്ങളുമായിട്ട് ചേർന്ന് തന്നെ പോകണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ ഒരു സ്നേഹം അവർക്ക് വേണ്ട. 4 ഓഫ് വാൺസ്, നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് തന്നെ സന്തോഷം പങ്കിടണം എന്നാണ്. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കും, മനസ്സിലായി. ഇനി വീണ്ടും ഒന്നുകൂടി വിവാഹം കഴിക്കണം എന്നുള്ളവർക്ക് ആ ഒരു സാഹചര്യവും ഇവിടെ വന്നിട്ടുണ്ട്. 4 ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റ് ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ പിണങ്ങിയിരുന്ന സാഹചര്യം ഉണ്ടാവാം, ചിലപ്പോൾ വിവാഹം ഒന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടാവാം, അത് വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി ഏത് സാഹചര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്രസിന്റെ പദവി വന്നിട്ടുണ്ട്. എംപ്രസിന്റെ എനർജി വന്നിടത്തോളം നിങ്ങൾക്ക് ഇവിടെ വിവാഹം നടക്കാനുള്ള എനർജി, പിന്നെ കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒത്തുചേരും എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പഴയതിനേക്കാളും നിങ്ങൾക്ക് വീണ്ടും സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുന്നു, വളരെ സന്തോഷത്തിലൂടെ കൈൻഡ് ലവ് ആണ്. വീണ്ടും എന്താണ്, പണ്ടൊന്നും ഇല്ലാതിരുന്ന ആ ദയയും സ്നേഹവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പഴയതിനേക്കാളും ദയയും സ്നേഹവും വർദ്ധിച്ചു വരുന്ന ഇവിടെ റിയൂണിയന്റെ കാർഡാണ് ചാരിയട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് തന്നെ വീണ്ടും നിങ്ങളെ അവരന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അകന്ന് പോയതിൽ അവർക്ക് വിഷമമുണ്ട്, പക്ഷെ ഒരു ഇത്തിരി ഈഗോ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് വരാത്തത്. ഒത്തിരി ഫ്രീഡം അനുഭവിക്കണമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മളിവിടെ കാണുന്നില്ല.
ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇടയ്ക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് സന്തോഷത്തോടു കൂടി തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് ആണ്. വീണ്ടും നിങ്ങളുമായിട്ടൊരു അധ്യായം തുടങ്ങുകയാണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അധ്യായം തുടങ്ങുന്നു. കാരണം രണ്ടാമത് വീണ്ടും നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വീണ്ടും ഒത്തുചേരുന്നു, വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കുറച്ചു കാലം നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ഒരു കർമ്മയായിരിക്കണം. മനസ്സിലായോ? നമ്മളുടെ കർമ്മ അനുഭവിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഭയങ്കരമായ വിഷമം അനുഭവിക്കുന്നത്, അങ്ങനെയും വരാം. അതുകൊണ്ട് മാത്രമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഹൃദയം വിഷമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഹൃദയം പൊട്ടുന്നത് പോലെയുള്ള വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതെല്ലാം കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസ് ആവുമ്പോൾ അവർ വീണ്ടും വന്നു ചേരുന്നു എന്നും ഇവിടെ കാണാൻ കഴിയും. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളോട് വീണ്ടും ലവ് പ്രപ്പോസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് അവർ വീണ്ടും ലവ് പ്രപ്പോസ് ചെയ്യും. കാരണം നിങ്ങളില്ലാതെ ഒരു ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മൂൺ കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് അവർ വരുമോ വരത്തില്ലയോ എന്ന്, അല്ലെ? നിങ്ങളുടെ ഉള്ളിൽ നല്ലതുപോലെ ഭയമുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകും. തീർച്ചയായിട്ടും ഇവിടെ ഫുൾ മൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഴയതുപോലെ തന്നെ വരും. തൽക്കാലത്തെ ഒരു പേടിയുണ്ട്. കാരണം അവർ ഒന്നും പറയാതെ ബ്ലോക്കാക്കി പോയി. എന്താ കാരണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇനി അതുമല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്കിട്ടിട്ടാണ് നിങ്ങൾ തമ്മിൽ വേർപാടുണ്ടായത്. അത് അവരെ കൂടുതലായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർ വന്നു ചേരുമോ എന്നുള്ള ഒരു സംശയം നിങ്ങളിൽ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അവർ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത്തരം ഒരു ഭയം വേണ്ട എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ? പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. വീണ്ടും നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ്. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടില്ലേ? നിങ്ങളോടാണ് കൂടുതൽ പോസസീവ്നെസ് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ അവർ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ കണ്ടില്ലേ? അവർക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ മറ്റൊരാളിന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത എനർജിയാണ് ഇത്. കണ്ടില്ലേ? ചേർത്ത് പിടിച്ചിരിക്കുന്ന പൊസസീവ്നെസ്. നിങ്ങൾ മറ്റാരോട് സംസാരിക്കുന്ന ഒന്നും അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇനി അവർ എത്ര ദിവസം പിടിക്കും നിങ്ങളിലേക്ക് വരാൻ എന്ന് നോക്കാം. ചിലർക്ക് ഇവിടെ നമുക്ക് 3 കാർഡ്സ് എടുക്കാം. ഞാൻ ചിലർക്ക് 23 ദിവസത്തിനകം വരും എന്ന് കാണുന്നുണ്ട്. ചിലര് അവര് ചെയ്യുന്ന ജോലിയെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ ജോലി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. ദിവസങ്ങൾ ഇവിടെ പറയുന്നില്ല. ചിലർ ആഫ്റ്റർ 2 വീക്സ്, ചിലർ 2 ആഴ്ചകൾക്ക് ശേഷം വരും. മനസ്സിലായോ? ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ചിലർ ഒന്നും പറയാതെ ഓൺ ഡേറ്റ്, ചിലപ്പോൾ ചിലരാണെങ്കിൽ 3 ദിവസങ്ങൾക്കകം വരും, ചിലർ 12 ദിവസങ്ങൾക്കകം വരും, ചിലർ 21 ദിവസങ്ങൾക്കകം, 3 ആഴ്ചകൾക്കകം വരും, ചിലർ 30 ദിവസങ്ങൾക്കകം, അല്ല എങ്കിൽ അടുത്ത മാസം, നെക്സ്റ്റ് മന്ത് ആകും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ പലരുടെയും പലതരത്തിലുള്ള ബന്ധമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നാണ് വരുന്നതെന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലരാണെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കും അത് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ജോലി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സമയത്ത് അവർ വരും. പിന്നെ ചിലർ 2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് വരും. ചിലപ്പോൾ ചിലർ 2 ആഴ്ചക്കകം തന്നെ വരുമെന്ന് കാണുന്നുണ്ട്. ചിലർ 23 ദിവസത്തിനകം വരും, ചിലർ 3 ദിവസം, അല്ല 12, 21, അല്ലെങ്കിൽ 1 മാസം. അപ്പോൾ ഇതിനകമൊക്കെ അവർ വരും. ഈ 1 മാസത്തിനകം വന്നില്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആയി പോകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. മനസ്സിലായതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. വരും, വരാതിരിക്കില്ല. ഇനി നമുക്ക് ക്ലൂസ് കൂടി നോക്കാം. ക്ലൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കാൻ എന്താണ് ക്ലൂസ് എടുക്കാൻ എന്ന്. ജെമിനി, മിഥുന മാസം, മകയിരം, അര, തിരുവാതിര, പുണർദം, മുക്കാല് എന്നാണ് ഇവിടെ കാണുന്നത്.
ലെറ്റർ ടി, ലെറ്റർ യു. പത്തനംതിട്ടയാണ് വന്നിരിക്കുന്നത്. നമ്പർ 4. കാപ്രിക്കോൺ, മകരമാസം, ഉത്രാടം 3/4, തിരുവോണം, അവിട്ടം 1/2. വയനാട്, ഇടുക്കി. ലെറ്റർ ജി, ലെറ്റർ എച്ച്. ജനുവരി മന്ത്. ഒക്ടോബർ മന്ത്. ലിബ്ര, ചിത്തിരാര, ചോതി, വിശാഖം, 3/4, തുലാം മാസം. നമ്പർ 8. ഡിസംബർ മന്ത്. ലെറ്റർ എ, ലെറ്റർ ബി. തിരുവനന്തപുരം. ക്ലൂസ് ഏറെ വന്നെന്ന് തോന്നുന്നു. നമ്പർ 2. ലിയോ, ചിങ്ങമാസം, പൂരം, മകം, പൂരം, ഉത്തരം, കാൽ. മലപ്പുറം. ആലപ്പുഴ. നമ്പർ 6. ഓഗസ്റ്റ് മന്ത്. ഓഗസ്റ്റ് മന്ത് വന്നല്ലോ. ലെറ്റർ ഒ, ലെറ്റർ പി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ്. നമ്മളിന്ന് ക്ലൂസ് കുറച്ച് കൂടുതൽ വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലൂസ് റെസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. റീഡിംഗ് പൊതുവെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.